നമസ്കാരം. ENC എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയുടെ 4th ചാപ്റ്റർ. നമ്മൾ 4th ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേർണൽ ക്യാഷ് ബുക്കിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും നമുക്ക് ഈ വർഷം 3 തരം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനുണ്ട്. ഒന്നാമത്തേത് ഡബിൾ കോളം സിംഗിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്, മൂന്നാമത്തേത് പെറ്റി ക്യാഷ് ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഓരോ ക്യാഷ് ബുക്കും സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ദെൻ അതിന്റെ രജിസ്ട്രേഷൻ, ഡബിൾ കോളം ക്യാഷ് ബുക്കും അതിന്റെ രജിസ്ട്രേഷൻ, ദെൻ ലാസ്റ്റ് ക്ലാസ്സിൽ പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളും പഠിച്ചു കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ജേർണലോട് പോവുകയാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ ജേർണൽസ് പഠിച്ചപ്പോഴേക്കും 7 ടൈപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് ക്യാഷ് ബുക്ക്, രണ്ടാമത്തേത് പർച്ചേസസ് ഡേ ബുക്ക്, മൂന്നാമത്തേത് സെയിൽസ് ഡേ ബുക്ക്, നാലാമത്തേത് പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, അഞ്ചാമത്തേത് സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ആറാമത്തേത് ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ, ഏഴാമത്തേത്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജേർണൽ നമുക്ക് പഠിക്കേണ്ടത്. ഈ ബുക്കുകളിലൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വേറൊരു സ്പെഷ്യൽ ജേർണലാണ് ജേർണൽ പ്രോപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ സ്പെഷ്യൽ ജേർണൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ഡേ ബുക്ക്, പർച്ചേസസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേർണൽ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസസ് ജേർണൽ അല്ലെങ്കിൽ പർച്ചേസസ് ഡേ ബുക്ക് എന്ന് നമ്മൾ പറയുന്നു. എന്താണ് പർച്ചേസസ് ജേർണൽ? പ്രധാനമായിട്ട് നമ്മൾ ഇതൊരു സ്പെഷ്യൽ ജേർണൽ എന്ന് പറയാം. ദിസ് ഈസ് എ സ്പെഷ്യൽ ജേർണൽ മെയിൻറ്റൈൻഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്രെഡിറ്റ് പർച്ചേസസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ മെർക്കൻഡൈസ്, സാധനങ്ങൾ, ചരക്കുകൾ കടമായിട്ട് വാങ്ങുമ്പോൾ ആ കടമായിട്ട് വാങ്ങുന്ന ക്രെഡിറ്റ് പർച്ചേസസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സെപ്പറേറ്റ് സ്പെഷ്യൽ ജേർണലാണ് പർച്ചേസസ് ജേർണൽ. എന്താന്ന് ഓർമ്മിക്കുക? റെക്കോർഡിംഗ് ഫോർ ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ഇതിൽ എന്ത് വരുന്നില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്യാഷ് ട്രാൻസാക്ഷൻസും വരുന്നില്ല, അതോടൊപ്പം തന്നെ പർച്ചേസ് ഓഫ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് ഒക്കെ നമ്മൾ ഇതിലൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. ഈ 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മിക്കാം. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മെർക്കൻഡൈസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് പർച്ചേസസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ ക്യാഷ് പർച്ചേസസും പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പർച്ചേസസ് ജേർണൽ എന്ന് പറഞ്ഞാൽ ദിസ് ബുക്ക് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദ ബിസിനസ്മാൻ. ബിസിനസ് സ്ഥാപനം നടത്തുന്ന എല്ലാ തരത്തിലുമുള്ള ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് ജേർണലിനെ പറഞ്ഞ പേരാണ് പർച്ചേസസ് ഡേ ബുക്ക്. ക്യാഷ് പർച്ചേസസ് ആൻഡ് പർച്ചേസ് ഓഫ് അസറ്റ്സ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ഇറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ക്യാഷ് പർച്ചേസ്, കാരണം ക്യാഷ് പർച്ചേസ് നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യും? നമ്മൾ ഓൾറെഡി ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല, ഈ പർച്ചേസസ് ജേർണൽ റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ക്യാഷ് പർച്ചേസസ് ഓഫ് അസറ്റ് ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്കിലും, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ ജേർണൽ പ്രോപ്പറിലുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആകെ നോക്കേണ്ടത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓർമ്മിക്കാം, ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സോഴ്സ് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ പർച്ചേസസ് ഡേ ബുക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ആവശ്യമുള്ള സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ദ പർച്ചേസ് ഇൻവോയ്സസ് ഫ്രം ദ സപ്ലയേഴ്സും. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ചരക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറുന്ന, ഇഷ്യൂ ചെയ്യുന്ന സപ്ലൈസ് നൽകുന്ന ഇൻവോയ്സസ് ആണ് ഈ പർച്ചേസസ് ജേർണലിന്റെ സോഴ്സ് ഡോക്യുമെന്റ്. എന്താണ്? പർച്ചേസസ് ഇൻവോയ്സസ്. Purchases invoices are the source document for recording credit purchases in the purchases journal. Okay, ഓർമ്മിക്കുക, ഇത്രയും പോയിന്റ്സ് ആണ് പ്രധാനമായിട്ട് നമുക്ക് പർച്ചേസസ് ഡേ ബുക്കിൽ പഠിക്കേണ്ടത്. ഒന്നാമത്തേത്, ഒരു സെപ്പറേറ്റ് ഡേ ബുക്ക് മാറ്റിവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദി ബിസിനസ്മാൻ. അതിൽ എന്തൊക്കെ വരത്തിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യത്തില്ല? ക്യാഷ് പർച്ചേസസും പർച്ചേസ് ഓഫ് അസറ്റ്സും റെക്കോർഡ് ചെയ്യത്തില്ല. ദെൻ അതിന്റെ സോഴ്സ് ഡോക്യുമെന്റ്, പർച്ചേസസ് ഡേ ബുക്കിന്റെ സോഴ്സ് ഡോക്യുമെന്റ് പർച്ചേസസ് ഇൻവോയ്സ് ഫ്രം ദ സപ്ലയേഴ്സ്. ഓക്കെ, നമ്മുടെ സാധനം നമ്മൾ ആരുടെ കടയിൽ നിന്നാണോ വാങ്ങുന്നത് അല്ലെങ്കിൽ ഏത് സപ്ലൈയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, അദ്ദേഹം നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സസ് ആണ് ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്.
നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് നോക്കാം. പർച്ചേസസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ്, സെയിൽസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ് എല്ലാം സെയിം തന്നെയാണ്. ഓർമ്മിച്ച് വെച്ചേക്കാം. നമുക്ക് ആദ്യം ഫോർമാറ്റ് വരയ്ക്കാം. അക്കൗണ്ട് രീതി അല്ല, ഇതിന്റെ ഫോർമാറ്റ് വേറെയാണ്. നമ്മൾ മുകളിൽ പർച്ചേസസ് ജേണൽ എന്ന ഹെഡിങ് എഴുതും. ദെൻ അടുത്ത് വരുന്നത് ഡേറ്റ് കോളം. നോക്കിക്കോളൂ, അത് നമ്മൾ ഡേറ്റ് കോളം എഴുതുന്നു. ദെൻ വലിയൊരു പർട്ടിക്കുലർ കോളം, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതുന്നത് ഇവിടെയാണ്, പർട്ടിക്കുലർ കോളം. ദെൻ ഇൻവോയ്സ് നമ്പർ, നമുക്ക് ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ ഇൻവോയ്സ് നമ്പർ എഴുതുക. ദെൻ ലെഡ്ജർ ഫോളിയോ. ദെൻ നെക്സ്റ്റ് വൺ എമൗണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എത്ര കിലോ സാധനം എത്ര ഇതാണെന്നുള്ള കാര്യം, ഡീറ്റെയിൽസ് എമൗണ്ട് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ലാസ്റ്റ് 2 കോളത്തിലും ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും സെപ്പറേറ്റ് എഴുതും. ഇതിന്റെ ടോട്ടൽ എടുത്ത് നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. ഇത്രയുമാണ് ഫോർമാറ്റ് ഓഫ് പർച്ചേസസ് ജേണൽ. എന്തൊക്കെയാണ് വരുന്നത്? ആദ്യത്തെ കോളത്തിൽ ഡേറ്റ്, ദെൻ പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ. ഇവിടെ നമുക്ക് ഇൻവോയ്സ് നമ്പർ, ഇവിടെ നമുക്ക് ലെഡ്ജർ ഫോളിയോ. ദെൻ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ്. ഓരോ സാധനവും വാങ്ങുമ്പോൾ ഒരു കടയിൽ നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവും, അവിടെ നിന്നെല്ലാം വാങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ എഴുതുന്നു. ദെൻ അതിന്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ കാണിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് പർച്ചേസ് ജേണൽ. നോക്കിക്കോളൂ, പർച്ചേസ് ജേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മെയ്ഡ് ബൈ ദ ബിസിനസ്മാൻ. ദെൻ അതിന്റെ ഫോർമാറ്റ് ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക, പർട്ടിക്കുലർ കോളം, ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. നമുക്കൊരു കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പർച്ചേസസ് ഡേ ബുക്ക് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പർച്ചേസസ് ഡേ ബുക്കിൽ നമ്മൾ പോസ്റ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളത്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് പർച്ചേസസ് ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പർച്ചേസസ് ഡേ ബുക്ക് വരയ്ക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ അതിന്റെ ഫോർമാറ്റ് ഓർമ്മിക്കാം. ഡേറ്റ്, ദെൻ പർട്ടിക്കുലർ കോളം, ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ദെൻ ഡീറ്റെയിൽസ് ആൻഡ് എമൗണ്ട്. ഏറ്റവും മുകളിൽ ഹെഡിങ് എഴുതിക്കോളൂ, പർച്ചേസസ് ഡേ ബുക്ക്. പർച്ചേസസ് ജേണൽ എന്നോ പർച്ചേസസ് ഡേ ബുക്ക് എന്നോ എഴുതാം. ഹെഡിങ് നമുക്ക് എഴുതാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, ദെൻ ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് സാജ് ഏജൻസീസ് ആൻഡ് പോസ്റ്റ് ദം ടു ലെഡ്ജർ അക്കൗണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത് സാജ് ഏജൻസിയുടെ കുറെ ട്രാൻസാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അവരൊരു ഇലക്ട്രിക്കൽ കമ്പനിയാണെന്ന് തോന്നുന്നത്, കാരണം അവർ പല ഇലക്ട്രിക്കൽ സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. 2015 ജാനുവരി 1 ബാംഗ്ലൂർ ഇലക്ട്രിക്കൽ ലിമിറ്റഡിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ 2 ഇലക്ട്രിക്കൽ കെറ്റിൽസ് അറ്റ് ദ റേറ്റ് ഓഫ് 1500, 3 ഇലക്ട്രിക്കൽ കെറ്റിൽ അറ്റ് ദ റേറ്റ് ഓഫ് 3000. അപ്പം ഇവിടെ പറഞ്ഞത് ബാംഗ്ലൂർ ഇലക്ട്രിക്കൽ നിന്ന് 1500 രൂപ വീതമുള്ള 2 ഇലക്ട്രിക്കൽ കെറ്റിലും 3000 രൂപ വീതമുള്ള 3 ഇലക്ട്രിക്കൽ കെറ്റിൽ. അപ്പൊ ഒന്നിന്റെ വില 1500 ആണ് എങ്കിൽ 2 എത്ര രൂപയാകുന്നു? അതേപോലെ തന്നെ 3000 രൂപ വിലയുള്ള 3 ഇലക്ട്രിക്കൽ കെറ്റിൽ വാങ്ങിയിട്ടുണ്ട്. ദെൻ അവർക്ക് ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ് നിന്ന് അവർ വാങ്ങിയത്, നമുക്ക് ഡേറ്റ് എഴുതാം. 2015 ജാനുവരി 1 ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ്. അപ്പൊ ആ കാർഡ് നമ്മൾ എവിടുന്ന നമ്മുടെ സപ്ലയർ ആരാണോ ആ സപ്ലയറുടെ പേര് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഇലക്ട്രിക്കൽ ലിമിറ്റഡ് നമ്മൾ എഴുതി കഴിഞ്ഞു. അവിടെ നിന്ന് വാങ്ങിയത് എത്രയാണ്? 2 ഇലക്ട്രിക്കൽ കെറ്റിൽ അറ്റ് ദ റേറ്റ് ഓഫ് 1500. അപ്പം 2 ഇലക്ട്രിക്കൽ കെറ്റിൽ, ആ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ എഴുതണം. ഇലക്ട്രിക്കൽ കെറ്റിൽ അറ്റ് ദ റേറ്റ് ഓഫ് 1500. 1500 രൂപ വിലയുള്ള 2 കെറ്റിൽ വാങ്ങിച്ചു. നമുക്കറിയാം ഒന്നിന് 1500 രൂപയാണെങ്കിൽ 2000 എത്ര രൂപയാണ്? 2 into 1500 is equal to 3000. then അടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത് 3 ഇലക്ട്രിക്കൽ കെറ്റിലാണ്. 3 ഇലക്ട്രിക്കൽ കെറ്റിൽ അറ്റ് ദ റേറ്റ് ഓഫ് 3000. 3000 രൂപ വിലയുള്ള 3 ഇലക്ട്രിക്കൽ കെറ്റിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒന്നിന് 3000 ആണെങ്കിൽ 3 9000 റുപ്പീസ്. അപ്പൊ മൊത്തത്തിൽ വാങ്ങിയിരിക്കുന്നത് എത്രയാണ്? 9000 റുപ്പീസിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ടോട്ടൽ എടുക്കുക നമുക്ക് അവിടെ ടോട്ടൽ 12,000. അവിടെ 12,000 റുപ്പീസ് വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് കുറയ്ക്കണം? ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്. നോക്കിയോളൂ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധനം വാങ്ങിയപ്പോഴേക്ക് സപ്ലയർ നമുക്ക് അനുവദിച്ചു തരുന്ന ഡിസ്കൗണ്ടിനെ പറഞ്ഞ പേരാണ്, വിലക്കിഴിനെ പറഞ്ഞ പേരാണ് ട്രേഡ് ഡിസ്കൗണ്ട്.
ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് 12,000 റുപ്പീസ് നമ്മൾ വാങ്ങിച്ചു, അതിന്റെ 3% നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 12,000 റുപ്പീസിന്റെ 3% എത്രയാണ് നമുക്ക് നോക്കാം. അത് 360 രൂപ. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് നമ്മൾ കുറച്ചതിന് ശേഷം ടോട്ടൽ 12,000 റുപ്പീസ്, അതിന് 3% 360 റുപ്പീസ് ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. അത് കുറച്ചപ്പോഴേക്കും നമുക്ക് ബാലൻസ് വരുന്നത് 11,640. അത് നമ്മൾ ലാസ്റ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. അപ്പം ഓരോ സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ടോട്ടൽ കണക്കാക്കുക. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ, എല്ലായ്പ്പോഴും നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടണമെന്നില്ല, ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കുറച്ച് ശേഷം ബാക്കി തുക വേണം എമൗണ്ട് കോളത്തിൽ കാണിക്കാനായിട്ട്. അപ്പൊ നമ്മൾ അടുത്ത ഇതിലോട്ട് പോകാം. അടുത്ത നമ്മൾ ശ്രീമാൻ ഇലക്ട്രിക്കൽസ്. ശ്രീമാൻ ഇലക്ട്രിക്കൽസ് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഡേറ്റ് എഴുതാം. ജാനുവരി 10th നമ്മൾ ശ്രീമാൻ ഇലക്ട്രിക്കൽസ് നമുക്ക് നമ്മുടെ സപ്ലൈയുടെ പേര് കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ 30 ഫിലിപ്സ് ട്യൂബ് ലൈറ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 200. ഒന്നിന് 200 രൂപ വെച്ച് 30 ഫിലിപ്പ് ട്യൂബ് ലൈറ്റ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എഴുതാം 30 ഫിലിപ്സ് ട്യൂബ് ലൈറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 200. ഒന്നിന് 200 രൂപയാണെങ്കിൽ 30 എണ്ണത്തിന് എത്ര ആയിരിക്കും? 200 into 30 ഗുണിച്ച് നോക്കുക, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 6,000 കിട്ടും. ദെൻ അടുത്ത് പറയുന്നത് 10 ബജാജ് സീലിംഗ് ഫാൻ. അടുത്ത് വാങ്ങിയ സാധനം ബജാജ് സീലിംഗ് ഫാൻ 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 1,250 വെച്ച് 1,250 രൂപ വെച്ച് 10 സീലിംഗ് ഫാൻ വാങ്ങിയിട്ടുണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 1,250. അപ്പം ഒന്നിന് 1,250 ആണെങ്കിൽ 10 എണ്ണത്തിന് 12,500. ഒന്നിന്റെ എവിടെയാണ് തന്നിരിക്കുന്നത്, നമ്മൾ അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 18,500. 18,500 നോക്കിയോളൂ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ അല്ല എഴുതേണ്ടത്. നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് കുറച്ചതിന് ശേഷമുള്ള തുക എമൗണ്ട് കോളത്തിൽ കാണിച്ചാൽ മതി. ഇവിടെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ ടോട്ടൽ ചെയ്ത് ഇപ്പുറത്ത് എഴുതുക 18,500. ദെൻ നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ്ഡ് ഫ്രം QRS. QRSന്റെ നമ്മൾ അടുത്ത സപ്ലൈയുടെ പേര് QRS. ജാനുവരി 15 നമ്മള് QRS സാധനം വാങ്ങിയിട്ടുണ്ട്. കൊയിലോൺ റേഡിയോ സർവീസ് സാധനം വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? 10 ടേബിൾ ഫാൻ അറ്റ് ദ റേറ്റ് ഓഫ് 2,000. 2,000 രൂപ വെച്ച് 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്. സോ ഒന്നിന് 2,000 ആണെങ്കിൽ 10 എണ്ണത്തിന് 20,000. ദെൻ 2 ഇലക്ട്രിക്കൽ ഹീറ്റർ വാങ്ങിയിട്ടുണ്ട്. 2 ഇലക്ട്രിക് ഹീറ്റർ അറ്റ് ദ റേറ്റ് ഓഫ് 4,000. ഒന്നിന് 4,000 രൂപ വെച്ച് നമ്മൾ 2 ഇലക്ട്രിക് ഹീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്നിന് 4,000 ആണെങ്കിൽ 2 എണ്ണത്തിനാണെങ്കിൽ 4,000 into 2 is equal to 8,000. അവിടെ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, 10% ട്രേഡ് ഡിസ്കൗണ്ട്. സോ നമ്മൾ അത് ആദ്യം കൂട്ടി വയ്ക്കുക. 28,000 നമ്മൾ എന്ത് കുറയ്ക്കണം? ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കുക. ട്രേഡ് ഡിസ്കൗണ്ട് 28,000 10%. 28,000 into 10/100 നോക്കുമ്പോൾ നമുക്ക് 2,800 എന്ന് കിട്ടും. സോ നമുക്ക് ബാലൻസ് കണക്കാക്കാം. 28,000 നിന്ന് 2,800 പോയ ബാലൻസ് 25,200 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് പർച്ചേസസ് ജേണൽ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ കൂടെ കിടപ്പുണ്ട്. പർച്ചേസ്ഡ് ഫ്രം ബജാജ് ഏജൻസി. നമ്മൾ സാധനം വാങ്ങിയിട്ട് 50 ട്യൂബ് ലൈറ്റ്സ് 4 rupees. ട്യൂബ് ലൈറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 200 ഫോർ ക്യാഷ്. നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്താണ് അവിടെ നമ്മൾ സാധനം വാങ്ങിയിരിക്കുന്നത്. അതൊരു ക്യാഷ് പർച്ചേസ് ആണ്. അപ്പൊ കൃത്യമായി അതിൽ പറഞ്ഞുകൊണ്ട് ക്യാഷ് കൊടുത്താണ് നമ്മൾ സാധനം വാങ്ങിയത് കൊണ്ട് നമുക്കിവിടെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. കാരണം നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു പർച്ചേസസ് ഡേ ബുക്ക് ഈസ് എന്താണ് എ സെപ്പറേറ്റ് ജേണൽ ഫോർ റെക്കോർഡിംഗ് ഓൺലി ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ്. ഓക്കെ, അപ്പൊ സാധനങ്ങൾ അല്ലെങ്കിൽ ചരക്കുകൾ നമ്മൾ കടമായിട്ട് വാങ്ങുകയാണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെപ്പറേറ്റ് ജേണലാണ് പർച്ചേസസ് ഡേ ബുക്കിൽ. അവിടെ ക്യാഷ് പർച്ചേസസ് വരത്തില്ല. ക്യാഷ് പർച്ചേസസ് പറയുന്നത് എവിടെ ആയിരിക്കും? ക്യാഷ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട രീതി ഇത്രയേ ഉള്ളൂ. ഓരോ സപ്ലൈയുടെ പേര് എഴുതുക, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഓരോന്നിന്റെ വില ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ നമുക്ക് നേരെ എഴുതാം.
ഇത് നമുക്ക് അങ്ങനെയല്ല, അറ്റ് ദ റേറ്റ് ഓഫ് 1500 ഓരോന്നിനും 1500 രൂപ വില വെച്ചാണെങ്കിൽ അത് നമ്മൾ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ദെൻ നമുക്ക് ടോട്ടൽ ചെയ്തതിനു ശേഷം അതിന് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം ഓക്കെ, അത് നമുക്ക് അദ്ദേഹം കിട്ടുന്ന വില കിഴിവാണ്. ആ തുക കുറച്ചതിന് ശേഷമുള്ള ബാക്കി തുക നമ്മൾ കൊടുത്താൽ മതി. ട്രേഡ് ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ടോട്ടലോട്ട് കാണിക്കുക. ഇതെങ്ങനെ നമ്മൾ പോസ്റ്റിംഗ് നടത്തും? ഓക്കെ, ഇത് തന്നെ നമുക്ക് പോസ്റ്റ് നടത്താം. നമുക്ക് പർച്ചേസസ് ജേർണൽ എഴുതി കഴിഞ്ഞു. ഇനി ഓരോ സപ്ലൈയുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോസ്റ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളത്. നമുക്കിപ്പോ ഇവിടെ 3 സപ്ലയേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ബജാജ് ഇലക്ട്രിക്കൽസ്, ശ്രീമാൻ ഇലക്ട്രിക്കൽസ് ആൻഡ് QRS. നമുക്ക് 3 അക്കൗണ്ട് വരയ്ക്കാം. അക്കൗണ്ട് ആണ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ജേർണൽ ഫോളിയോ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ. അടുത്ത് വേറൊരു അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് വരയ്ക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ദെൻ ലാസ്റ്റ് അക്കൗണ്ട് നമുക്ക് വരച്ചേക്കാം. QRS, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. അക്കൗണ്ടിന്റെ പേരെടുക്കാൻ നമുക്ക് നമ്മുടെ ആദ്യത്തെ സപ്ലൈയുടെ പേര് ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ്. ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ്. രണ്ടാമത് ശ്രീമാൻ ഇലക്ട്രിക്കൽസ്. ദെൻ തേർഡ് വൺ QRS. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ട രീതി നോക്കിയോളൂ. നമുക്ക് എപ്പോഴും പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ആണ്. പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു എന്താണ് ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ്, പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ശ്രീമാൻ ഇലക്ട്രിക്കൽസ്. കാരണം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു QRS. ഓക്കെ, അപ്പൊ പർച്ചേസസ് ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഡെബിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ട് എങ്ങനെയായിരിക്കും? ക്രെഡിറ്റ് സൈഡിൽ വരും. നോക്കിക്കോൾ എഴുതുന്ന രീതി. ബാംഗ്ലൂർ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ഇവിടെ എല്ലായ്പ്പോഴും ഡീറ്റെയിൽസ് എഴുതുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, എമൗണ്ട്. നിങ്ങൾ എല്ലാം അത് കൃത്യമായിട്ട് എഴുതുക. ദെൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോസ്റ്റിംഗ് ആണ്. ഇപ്പൊ ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ് നമ്മൾ ജേർണൽ എൻട്രി പറയുമ്പോൾ സാധനം വാങ്ങുമ്പോൾ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ്. അപ്പൊ ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസ് ക്രെഡിറ്റ് ആയതുകൊണ്ട് ബാംഗ്ലൂർ ഇലക്ട്രിക്കൽസിന്റെ ക്രെഡിറ്റ് സൈഡ് ബൈ പർച്ചേസസ്. ബൈ പർച്ചേസസ് എഴുതി ഓരോന്ന് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല, ടോട്ടൽ എഴുതുക. ഓക്കെ, ടോട്ടൽ എമൗണ്ട് എത്രയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? 11,640. 11,640 അവിടെ എഴുതുക. അവിടെ ടോട്ടൽ ചെയ്യേണ്ട കാര്യമില്ല, ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ടിരുന്നാൽ മാത്രം മതി. ദെൻ ശ്രീമാൻ ഇലക്ട്രിക്കൽസ്. ശ്രീമാൻ ഇലക്ട്രിക്കൽസ് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് എപ്പോഴും ഓർമ്മിക്കാം, പർച്ചേസ് എപ്പോഴും ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വരും. ഓക്കെ, കാരണം പർച്ചേസസ് ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ പർച്ചേസസ് എഴുതി കാണിക്കുന്നു. നോക്കിക്കോളൂ, ശ്രീമാൻ ഇലക്ട്രിക്കൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഡേറ്റ് എഴുതുന്നു ബൈ പർച്ചേസസ്. ബൈ പർച്ചേസസ് എഴുതുന്നു. എമൗണ്ട് എത്രയാണ്? 18,500. 18,500. ദെൻ QRS നമ്മൾ കുറെ സാധനം വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 28,000 ആയിരുന്നു. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്, ബാലൻസ് 25,200. അപ്പൊ നമുക്ക് QRS അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസസ് എഴുതി എത്രയായിരുന്നു? 25,200. ഇങ്ങനെയാണ് നമ്മൾ ഒരു പർച്ചേസസ് ജേർണൽ തയ്യാറാക്കേണ്ടതും അതിന്റെ പോസ്റ്റിംഗ് നടത്തേണ്ടത്. പർച്ചേസസ് ഡെബിറ്റ് ആണ്. ദെൻ നമ്മൾ ഏത് സപ്ലൈയുടെ എന്നാണോ വാങ്ങുന്നത് അദ്ദേഹം ക്രെഡിറ്റ് ആയിരിക്കും ജേർണൽ എൻട്രി പ്രകാരം. സോ അവരുടെ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ബൈ പർച്ചേസ് എഴുതി ടോട്ടൽ എമൗണ്ട് എഴുതി പോസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പോസ്റ്റിങ്ങിന്. നമുക്ക് അക്കൗണ്ട് നിങ്ങൾ പർച്ചേസസ് ജേർണൽ എഴുതി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് പർച്ചേസസ് ജേർണൽ എന്ന് ഓർമ്മിച്ചിരിക്കുക. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസസ്. അവിടെ നമുക്ക് ക്യാഷ് പർച്ചേസസോ ദെൻ പർച്ചേസ് ഓഫ് അസറ്റ്സ് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലാസ്റ്റ് പറയുന്നത് ഇൻവോയ്സസ് ഫ്രം ദ സപ്ലയർ. സപ്ലൈയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻവോയ്സ് ആണ് ഇതിന്റെ സോഴ്സ് ഡോക്യുമെന്റ്. മനസ്സിലാകുന്നവർക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെയിൽസ് ഡേ ബുക്കുമായിട്ട് വരും. അപ്പോഴേക്കും ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. താങ്ക് യു.